ഒരു സംഘടനയുടെ പേര് ചാരി എന്ത് വാസ്തവ വിരുദ്ധമായ കാര്യങ്ങളും പറയാമെന്നാണോ? അങ്ങനെയാണ് എങ്കിൽ കേരള സ്റ്റോറിയെ വിമർശിക്കാൻ CPM-ന് പറ്റില്ല. കേരള സ്റ്റോറിയെക്കുറിച്ച് കേരള സ്റ്റോറി എന്ന് പറയുന്ന പ്രൊപ്പഗാൻഡ ഫിലിം, അതിനെ വിമർശിക്കുമ്പോൾ CPM-മാരെന്താ പറയുക, അല്ല BJP-കാരെന്താ പറയാറ്? നിങ്ങളെന്തിനാണ് അതിനെ വിമർശിക്കുന്നത്? അത് ISIS-നെ കുറിച്ചല്ലേ, അത് കേരളത്തെക്കുറിച്ചല്ലല്ലോ. നിങ്ങളെന്താ ISIS-നെ വിമർശിക്കുന്നത്? നിങ്ങളെന്തിനാണ് ബേജാറാവുന്നത് എന്നാണ് BJP-കാർ ചോദിക്കുന്നത്, RSS-കാർ ചോദിക്കുന്നത്. ഇതേ ന്യായമാണ്. മലപ്പുറം ജില്ലയിൽ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടായതായിട്ട് എവിടെയെങ്കിലും ഒരു ഇൻസിഡൻറ്റ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ടോ? ഒരു FIR ഉണ്ടോ? ഒരു അയ്യപ്പ ഭക്തൻ അങ്ങേർക്ക് കറുത്ത തുണി കിട്ടാഞ്ഞിട്ട് പാലക്കാട്ടേക്കോ കോഴിക്കോട്ടേക്കോ യാത്ര ചെയ്യേണ്ടി വന്നിട്ടുണ്ടോ? ഒരു ക്രിസ്തുമത വിശ്വാസി അയാൾക്ക് നക്ഷത്ര വിളക്ക് കിട്ടാത്തതുകൊണ്ട് മലപ്പുറം ജില്ലയുടെ പുറത്ത് പോയി മേടിക്കേണ്ടി വന്നിട്ടുണ്ടോ? ഒരു സംഘടനയുടെ പേര് പറഞ്ഞാൽ എന്ത് തോന്നിയാസം പറയാമെന്നാണോ? ഇതെന്തിനാ പറഞ്ഞത്? ഇത് ഒരു പാറ്റേണായി മാറിയിട്ടുണ്ട്. ഇപ്പോൾ CPM ഇപ്പോൾ സ്വീകരിക്കുന്ന രീതി കൂടിയാണത്. ചില കാര്യങ്ങൾ പറയുമ്പോൾ അത് ജമാഅത്തെ ഇസ്ലാമിയല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് വിസ്ഡത്തെ അല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് NDF-നല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് പോപ്പുലർ ഫ്രണ്ടിനല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? അത് മുസ്ലിം ലീഗിനെയല്ലേ, നിങ്ങൾക്ക് എന്താ പ്രശ്നം? മുസ്ലിം ലീഗിനെ വിമർശിച്ചത് എന്താ കുഴപ്പം?